എംപിമാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് 300ഓളം എംപിമാരെ ഉണ്ട്, അവരെ പല ബസ്സുകളിലായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടു, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് കണ്ടു. അവിടെ വെച്ചാണ് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ നീങ്ങുക. അവിടെ ശരത് ലാൽ ഉണ്ട്, അവിടെ പോലീസ് സ്റ്റേഷൻ മുൻപിൽ നിന്നും. ശരത് ലാൽ, ഇപ്പോൾ എംപിമാരെ എല്ലാം അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? അവിടെ പോലീസ് സ്റ്റേഷനിലെ നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇവിടെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് ബസ്സിലുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. രണ്ട് ബസ്സിലുള്ള സ്വാതി. കാരണം 3 പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയി. ചാണക്യപുരി, അതേപോലെ തന്നെ പാരക്കമ്പ, ഇപ്പോൾ പാർലമെൻറ്റ് സ്ട്രീറ്റിലാണ്. ഇവിടെയാണ് മലയാളി എംപിമാരടക്കമുള്ള എല്ലാവരെയും ഇവിടെയാണ് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 19 എംപിമാർ ലോക്സഭ, അവർ രാജ്യസഭയിൽ നിന്ന് എംപിമാരും ഈ പാർലമെൻറ്റ് സ്ട്രീറ്റിലാണ് എത്തിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചാണക്യപുരി പോലീസ് സ്റ്റേഷനിലേക്കാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിച്ചിരിക്കുന്ന അടക്കമുള്ള എംപിമാരെ ഇങ്ങനെ 4 പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുകയാണ്. അറസ്റ്റ് ചെയ്ത ശേഷം അവരെ പുറത്തേക്ക് വിടുമെന്നാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും അറസ്റ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, അവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ ഇതുവരെ, അതായത് ഡൽഹി ഇതുവരെ കാണാത്ത ഒരു അപൂർവമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. അതുപോലെ ഈ പാർലമെൻറ്റ് സ്ട്രീറ്റ് സാക്ഷ്യം വഹിച്ച നിരവധി സമരങ്ങൾ ഇവിടെ കണ്ടിട്ടെങ്കിലും 300-ലധികം എംപിമാർ, 237 ലോക്സഭാ അംഗങ്ങളും അതിന് ബാക്കിയുള്ള രാജ്യസഭാ അംഗങ്ങളും ചേർന്നുള്ള ഒരു പ്രതിഷേധത്തെ അത്യപൂർവ പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ഒരേ ഒരു മുദ്രാവാക്യം മാത്രമാണ് പല ഭാഷകളായി ഉയർത്തിയിരുന്നത്. അതായത് വോട്ട് ചോരി, വോട്ടർ പട്ടിക, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പങ്ക്, നരേന്ദ്രമോദി സർക്കാർ ജനഹിതത്തിലുള്ള സർക്കാരല്ല, വ്യാജ സർക്കാരാണ് എന്ന മുദ്രാവാക്യങ്ങളാണ് മുഴുവൻ സമയം ഉയർത്തിയിരിക്കുന്നത്. സമാധാനപൂർവമായ ഒരു മാർച്ചായിരുന്നു. അതിനെ പോലീസ് പക്ഷേ ഉരുക്കുമുഷ്ടികൾ കൂടി തന്നെയാണ് നേരിട്ടത്. യാതൊരുവിധ ഒരു സുരക്ഷാ പാളിച്ചയുമില്ലാതെ വളരെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ചിനെ ചേർന്നത്. ഏതായാലും നമുക്കിപ്പോൾ രണ്ടാമത് അറിയാവുന്ന കൂടുതൽ എംപിമാരെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പോലീസ് പാരക്കൽ പുതിയ എംപിമാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട അവസാന എംപിമാർ ഇപ്പോൾ പാർലമെൻറ്റ് സ്ട്രീറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഈ നിറയെ എംപിമാരാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വനിതകളടക്കമുള്ള എംപിമാരെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചകളിലേക്കാണ്. ഇതിൽ പ്രധാനപ്പെട്ട എംപിമാരെ ഒക്കെയാണ് ഈ ബസ്സിലുള്ളത്. ഏതായാലും മാധ്യമപ്രവർത്തകർ അവരുടെ ബൈറ്റ് എടുക്കാനുള്ള ശ്രമമാണ്, പോലീസ് തടയുന്നുണ്ട്. ഏതായാലും സമാജ്വാദി പാർട്ടി എംപിമാരടക്കമുള്ള എംപിമാരുണ്ട്. നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് കാഴ്ചയിൽ കാണാം ഈ എംപിമാരെയും കൊണ്ടുള്ള ബസ്. അതായത് 6ാമത്തെ ബസ്സാണിത്. ഈ ബസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് സുബന്യുണ്ട്, നമുക്ക് ശ്രീകണ്ഠനുണ്ട്. നമുക്ക്